والطور السينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. التين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. അഴുതും ബിസ്മി ഓതുമ്പോൾ ഒന്നുകൂടി പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് അഴുതു ബില്ലാഹി എങ്ങനെ ഓതാം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീട്ടണം. എന്തുകൊണ്ടാണ് നീട്ടണത്? അലിഫ്, ഇതാണ് നിയമം. അലിഫ്, വാവ്, യാ എന്നീ മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം ഏതെങ്കിലും അറബി അക്ഷരമാലയിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇവിടെ നോക്കി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പം ജീം കഴിഞ്ഞിട്ട് യാ ഇല്ലേ? ആ യാവിൻ്റെ ശേഷം എന്തുണ്ട്? ഹർക്കത്തുള്ളൊരു മീമുണ്ട്. അവിടെ നമ്മൾ ബ്രേക്കും പിടിക്കണം. ഈ 3 നിയമം കൂടി ഒത്തു വന്നാൽ എങ്ങനെ വേണം? 4 മുതൽ 6 ഖദർ വരെ നീട്ടി ഓതണം എന്നാ. അപ്പം എങ്ങനെ ഓതണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അങ്ങനെ തന്നെ ഓതണം. അങ്ങനെ തന്നെ ഓതി പഠിക്കണം. പിന്നെ അതേപോലെ തന്നെയാണ് ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. പിന്നെ വത്തീനി വസ്സൈത്തൂൻ. കണ്ടോ? അവിടെ സൈത്തൂൻ നീട്ടാൻ കാരണം എന്താ? തീനിലുണ്ട് യാവ്, സൈത്തൂനിൽ വാവുണ്ട് അല്ലേ? തീനിലോട്ട് എന്തുണ്ട്? യാവ് വരുന്നുണ്ട്. അവിടെ നമ്മൾ നീട്ടണില്ല. സൈത്തൂനിലോട്ട് വാവ് വരുന്നുണ്ട്. അവിടെ നമ്മൾ നീട്ടുന്നു. കാരണം എന്താ? സ്റ്റോപ്പില്ല. ആദ്യത്തോടത്ത് സ്റ്റോപ്പില്ല, മറ്റോടത്ത് രണ്ടാമത്തോടത്ത് സൈത്തൂനിൽ എന്തുണ്ട്? സ്റ്റോപ്പുണ്ട്. ഇനി ഒരാൾ ഇങ്ങനെ ഓതാ, വത്തീൻ, അങ്ങനെ ഓതാവട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? നീട്ടണം. അപ്പോൾ നീട്ടി ഉച്ചരിക്കണം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ്? നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിൽ എന്ത് ചെയ്യണം? 2 ഖദറേ നീട്ടാവൂ. വത്തീൻ, വത്തീനി വസ്സൈത്തൂൻ. ഒന്നുകൂടി, വത്തീനി വസ്സൈത്തൂൻ. അങ്ങനെ തന്നെ ഓതണം. പിന്നെ വസ്സൈത്തൂൻ, വത്തീൻ എന്നൊക്കെ പറയുന്നിടത്ത് എന്തില്ല? വാവിൻ്റെ ശേഷം ഒരു അലിഫുണ്ട്, അതിന് ഉച്ചാരണമല്ല. ലാമുണ്ട്, ആ ലാമിന് ഉച്ചാരണമല്ല. സൈത്തൂനിലോ അതേപോലെ തന്നെ അലിഫിനും വലൈക്കും സലാം ലാമിനും ഉച്ചാരണമല്ല. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, വത്തൂരി നോതാൻ പാടില്ല. വത്തൂരി സീനീൻ, വത്തൂരി സീനീൻ. വത്തൂരി പറയാൻ പാടില്ല. ആ വത്തൂർ വേറെ ഉണ്ട്, വേറെ സൂറത്തുണ്ട്. അലിഫ്ലാം ഇല്ലാതെയാണ്. ഇതിൽ അലിഫ്ലാം ഉണ്ട്. നോക്കിയാണ് ഖുർആനിൽ നോക്കിയാണ്. നിങ്ങൾ ഇങ്ങനെയാണോ ഉള്ളത്? ഒന്നാമത്തതാ? അല്ല, രണ്ടാമത്തതാ. ഇങ്ങനെ ഒരു സൂറത്തുണ്ട്. തൂർ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തിനുണ്ട്. വത്തൂർ എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ. ഇതാണ് അലിഫ്ലാം ഇല്ല. അപ്പം നിങ്ങൾ എങ്ങനെ ഓതണം? വത്തൂരി സീനീൻ. വ കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രേക്ക് പൂർണ്ണമായിട്ട് പിടിക്കാൻ പാടില്ല, ഹമ്പുമപ്പം പോലെ. വത്തൂരി സീനീൻ, അല്ലെങ്കിൽ വത്തൂരി ആവും. വത്തൂരി ഓതാൻ പാടില്ല, തെറ്റാ. വത്തൂരി വേറുണ്ട് സൂറത്ത്. അപ്പം ഇങ്ങനെ ഓതണം, വത്തൂരി സീനീൻ. തൂ എത്ര നീട്ടണം? 2 ഖദറേ നീട്ടാവൂ.
മറ്റേ ഞങ്ങൾ വത്തൂർ ഓതുമ്പോൾ എങ്ങനെ എഴുതാം? വത്തൂർ. അവിടെ അങ്ങനെ ഓതല് വ്യത്യാസമുണ്ട് കേട്ടോ, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതല്ല. വത്തൂരി സീനീൻ. സീനീൻ കഴിഞ്ഞിട്ട് ഏതാ നീട്ടണ്ടേ? സി ആണോ നീ ആണോ നീട്ടണ്ടേ? നീന്റെ ശേഷമുള്ള യാബാണ് നീട്ടണ്ടേ. അപ്പൊ എങ്ങനെ ഓതണം? സി 2 കതിരെ നീട്ടാവൂ. വത്തൂരി സീനീൻ. സീനീൻ എന്തുകൊണ്ട് നീട്ടണ്? നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം തന്നെ. യാഗിന്റെ ശേഷം നൂൻ എന്നുള്ള ഹർക്കത്തുള്ള അക്ഷരം വന്നു, അവിടെ വഖഫും ചെയ്യണം, സ്റ്റോപ്പും ചെയ്യണം. പിന്നെ വഹാദൽ ബലദിൽ അമീൻ, അവിടെയാ തന്നെ. വഹാദ കഴിഞ്ഞിട്ട് ലാമിലേക്ക് ഒറ്റച്ചാട്ടം. വഹാദൽ. ഹാദാ നീട്ടാനുണ്ട് ഒരു അലിഫ് അല്ലേ? ഹാദാ നീട്ടാനൊരു അലിഫുണ്ട് ഹാദന്റെ ശേഷം. പിന്നെ അൽ ബലദിൽ ഒരു അലിഫുണ്ട്, 2 അലിഫിന് ഉച്ചാരല്ല. അപ്പൊ എങ്ങനെ ഓതാ? വഹാദൽ ബലദിൽ അമീൻ. അമീൻ നമ്മൾ എന്തുകൊണ്ട് നീട്ടുന്നു? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാഇന്റെ ശേഷം എന്ത് വരുന്നു? ഹർക്കത്തുൽ അക്ഷരമായ നൂന് വരുന്നു, അവിടെ നമ്മൾ വഖഫും ചെയ്യണം. ഈ 3 നിയമം ഒത്തു വരുമ്പോഴാണ് എന്ത് ചെയ്യുക? 4 മുതൽ 6 കതിർ വരെ നീട്ടി നിർത്തേണ്ടത്. പിന്നെ ലഖദ്. ലഖദ് അതിനാണ് പിന്നെ മുഫഹം, പിന്നെ തഫീമോട് കൂടി ഉച്ചരിക്കണം എന്നാ. ലഖദ്. ദാലും അതേപോലെ തന്നെ. അപ്പം 2 അക്ഷരം അവിടെ തഫീമോട്. ലഖദ് ഖ എന്നാ പറയാ, ക എന്നല്ല. ക ഖ വ്യത്യാസമുണ്ട്. ലഖദ്. ലഖദ്. പിന്നെ ഖലഖ്ന. ഖലഖ്ന ഒക്കെ തഫീമായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. പിന്നെ ലഖദ് ഖലഖ്നൽ ഇൻസാന, അവിടെ ഇൻ എന്ന് ഇഖ്ഫാ ചെയ്യണം എന്നാ. ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? മണിക്കലുണ്ടാവും. അപ്പം എങ്ങനെ ഓതേണ്ടി? ലഖദ് ഖലഖ്നൽ ഇൻസാന. പിന്നെ ഫീ അഹ്സനി. ഫീ നീട്ടണം. എന്തുകൊണ്ട്? അതാണ് നിയമം. അലിഫ് വാവ് യാ എന്നതിന് ശേഷം ഹംസ എന്ന അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം? അവിടെയും അതേപോലെ 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അപ്പോൾ ഇവിടെ ഇൻസാന കഴിഞ്ഞിട്ട് ഫീ എന്ന യാ ഇല്ലേ, അതിന് ശേഷം അ എന്ന ഹംസ വരുന്നില്ലേ, അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? നീട്ടണം. അപ്പം എങ്ങനെ ഓതണം? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഉച്ചരിക്കണം. ഖത്തിന്റെ ഹംസയാണ്, നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. അപ്പോൾ ഫീ നീട്ടും വേണം, ഉച്ചരിക്കും വേണം. അപ്പം എങ്ങനെ ഓതണം? ഫീ അഹ്സനി തഖ്വീം. തഖ്വീം നീട്ടണം ഈ നിയമപ്രകാരം. തഖ്വീം സ്റ്റോപ്പ് ചെയ്യണോണ്ട് എന്ത് ചെയ്യണം? നീട്ടണം. അപ്പൊ എങ്ങനെ ഒന്നുകൂടി ഓതി വെക്കാണ്? ലഖദ്. ആ 4 ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഓതി വെക്കാണ് ഈ നിയമപ്രകാരം. എന്തെങ്കിലും ഡൗട്ട് തജ്വീദിൽ ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. സൂറത്തിന്റെ പേര് തീൻ. സൂറത്തു തീൻ അല്ലേ? വിശുദ്ധ ഖുർആനിൽ മുസാഹഫിൽ ക്രമീകരിച്ചതനുസരിച്ച് 95-ാമത്തെ സൂറത്ത്. എത്ര ആയത്തുണ്ട് അതിൽ? 8 ആയത്താണ് ഉള്ളത് അല്ലേ? പേര് വരാനുള്ള കാരണം അതിൻ്റെ തുടക്കം തന്നെ എന്താണ്? തീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്തിപ്പഴം അല്ലേ? അപ്പോൾ വത്തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം തന്നെയാണ് സത്യം. പിന്നെ വസൈത്തൂൻ. സൈത്തൂൻ എന്താ? സൈത്തൂൻ എന്താ നിങ്ങൾ പറയല്? ഒലീവ് അല്ലേ? അപ്പം ഒലീവ് ആണ് സത്യം, അത്തിപ്പഴം തന്നെയാണ് സത്യം. എന്നിട്ടാ പിന്നെന്താ പറയണത്? വത്തൂരി സീനീൻ. സീന പർവ്വതം തന്നെയാണ് സത്യം. പിന്നെ പറയണതോ വഹാദൽ ബലദിൽ അമീൻ. വഹാദ എന്ന് പറഞ്ഞാൽ ഈ, ബലദ് എന്ന് പറഞ്ഞാൽ രാജ്യം, അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ നമ്മൾ പറയുന്നതാണ്.
നിർഭയത്വമുള്ള എന്നാ, അമ്നുള്ള എന്നാ. അപ്പോൾ നിർഭയത്വമുള്ള ഈ രാജ്യമാണ് സത്യം, സീന പർവ്വതമാണ് സത്യം, ജൈത്തൂനാണ് സത്യം, അത്തിപ്പഴം തന്നെയാണ് സത്യം. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ? ലഖദ്. അതിൻ്റെ ജവാബാണത് അല്ലേ? ലഖദ്. ആ സത്യം എന്താണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് ലഖദ്, തീർച്ചയായും ഖലഖ്ന, നാം സൃഷ്ടിച്ചു, അൽ ഇൻസാന, മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചു, ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു. തിരിച്ച് റിവേഴ്സ് എടുത്ത് വരാം. അള്ള തുടങ്ങിയത് എന്താ? വത്തീൻ. വാവിന് എന്താ പറയുക അവിടെ? കസമിന്റെ വാവ് എന്നാണ് പറയുന്നത്. എന്താ ഈ കസം എന്ന് പറയുന്നത്? ഉറപ്പിച്ച് തറപ്പിച്ച് സത്യം ചെയ്ത് പറയാനുള്ള അക്ഷരമാണ് വാവ് അല്ലേ? വാവ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സത്യം ചെയ്ത് പറയുന്നത്? ഓക്കെ, നമ്മുടെ ഭാഷയിലേക്ക് വരാം. എപ്പോഴാണ് നമ്മൾ ഒരാളോട് സത്യം ചെയ്ത് പറയേണ്ടി വരിക? എപ്പോഴാ? ഞാനിപ്പോൾ നിങ്ങളോട് സത്യം ചെയ്ത് പറയണമെങ്കിൽ ഞാൻ കേൾപ്പിക്കുന്ന ആശയത്തിൻ്റെ ഗൗരവം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ എന്ത് ചെയ്യണത്? എന്ത് പറയണത്? ഞാൻ സത്യം ചെയ്യണത്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. വല്ലാഹി അയാളാണ് ആ ചെയ്തത്, എന്തോ ഒരു വേണ്ടാത്ത പ്രവൃത്തി ചെയ്തു. അപ്പം അയാളാണ് ആ ചെയ്തത് എന്ന് ഞാൻ പറയുന്നതും അതിൻ്റെ കൂടെ വല്ലാഹി കൂട്ടുന്നതും തമ്മിലെന്താ? ആ വല്ലാഹി കൂട്ടുമ്പോൾ എന്തുണ്ടാവും? ഞാൻ ആ പറഞ്ഞ കാര്യത്തിന് ഉറപ്പിച്ച് തറപ്പിച്ച് ബന്ധാക്കണത് അല്ലേ? ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ പോകുന്ന കാര്യം അഥവാ ജവാബ്, അതിനെ ഉറപ്പിക്കാനും തറപ്പിക്കാനും ബന്ധവസ്ഥാക്കാനുമാണ് അള്ളാഹു തആല എന്ത് ചെയ്യുന്നത്? കസം എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. ഇവിടെ 4 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത്. ഒന്ന് തീൻ, രണ്ടാമത്തൊന്ന് ജൈത്തൂൻ. രണ്ടാമത്തെ നമുക്ക് ഈ കസമിൽ പഠിക്കാം. അള്ള സത്യം ചെയ്ത് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ മനുഷ്യന്മാർക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും, ഒരുപാട് പാഠങ്ങളും ഉണ്ടാവും. അള്ള ഒന്നാമത് സത്യം ചെയ്ത് പറഞ്ഞത് ഈ സൂറത്തിൽ വത്തീനി വസൈത്തൂൻ, അത്തിപ്പഴവും ഒലീവ് വൃക്ഷവും അല്ലെങ്കിൽ ഒലീവ് മാണ് സത്യം എന്നാണ് പറയുന്നത് അല്ലേ? ജൈത്തൂനും തീനുമാണ് സത്യം. എന്താ ഈ തീനിൻ്റെ പ്രത്യേകത? എന്താ ജൈത്തൂനിൻ്റെ പ്രത്യേകത? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സീന പർവ്വതത്തെ പറ്റി ഇവിടെ എടുത്തു പറഞ്ഞത്? നാലാമത് അള്ളാഹു തആല പറഞ്ഞ ഈ നിർഭയത്വമുള്ള രാജ്യം എന്ന് പറയുന്നത് മക്ക. ആ മക്കയെ അള്ളാഹു തആല എന്ത് എടുത്തു പറഞ്ഞു? ഇതൊക്കെയാണ് നമുക്ക് ഒരു സൈഡിലൂടെ നമുക്ക് ചിന്തിക്കാനുള്ളത്. എന്താ ഈ തീ എന്നറിയണത്? അതിൻ്റെ പ്രത്യേകത എന്താ? നേരം വെളുക്കോളം ആലോചിച്ചാലും തീരൂല. അതിന് മാത്രം പഠിക്കാനുള്ളൊരു വിഷയമാണിത് തീൻ. തീനിൻ്റെ പ്രത്യേകത എന്താ? എന്താ ഉണ്ടാവുക? ആർക്കും അറിയില്ല. അതിൻ്റെ രൂപം എന്താ? അത് പച്ച, അത് പിന്നെ തിന്നാൻ പാകാത്ത ആവാത്ത സമയത്ത് എന്താവും? അത് പച്ചയാവും അല്ലേ? പിന്നീട് എന്താവും? അതിൻ്റെ കളർ മാറും. ഇനി അത് നിങ്ങൾ തൊലിച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ചെറിയ ചെറിയ ധാരാളക്കണക്കിന് കുരു ഉണ്ടാവും അല്ലേ? ഒരുപാട് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും. ഈ കുരു ഓരോന്നും ഓരോ വൃക്ഷത്തെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്താണ് അല്ലേ? ഓരോ അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഒരുപാട് കുരുക്കൾ ഇതുണ്ടാവില്ലേ? ആ കുരു ആ ഹബ്ബ, അത് ഓരോ വൃക്ഷ തൈയാണ്, അതിൻ്റെ വിത്താണ്. അപ്പൊ നോക്കി നിങ്ങൾ, ഈ ഒരൊറ്റ അത്തിപ്പഴത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുള്ള ധാരാളക്കണക്കിന് ആ വിത്തുകൾ മുളച്ചിട്ട് വീണ്ടും എന്തുണ്ടാവണേ? ധാരാളക്കണക്കിന് അത്തിക്കായകൾ വീണ്ടും ഉണ്ടാവുന്നു. ഈ ഒരു സംഗതി. ഇനി മറ്റൊന്ന്, അതിനെപ്പറ്റി ചിന്തിക്കാനാണൊന്ന്, നമുക്ക് പിന്നീട് ചിന്തിക്കാം. രണ്ടാമത്തൊന്ന്, ഈ സാധനം കെട്ട് കേടുന്നാലോ? ജെയ്ത്തുങ്കായൊക്കെ അത് കേടുന്ന എന്താ ഉണ്ടാവുക?
എന്താ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിനോ? ചീഞ്ഞളിഞ്ഞ ജെയ്ത്തുങ്കായി കണ്ടു നിങ്ങൾ? ദുർഗന്ധം കൊണ്ട് അവിടെ നിൽക്കൂല, ദുർഗന്ധം കൊണ്ട് നിൽക്കൂല. മറ്റതും അതന്നെ, ചീഞ്ഞാ പിന്നെ എന്താ, നാട്യകരം. ഇതേ പ്രകാരമാണ് മനുഷ്യൻ നല്ലവനാണെങ്കിൽ എന്ത് ചെയ്യാം? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ട് പിന്നെ കൂട്ടിഘടിപ്പിച്ചല്ല. ഒന്ന് അഖ്ല് പ്ലസ് ഷഹ്വത്ത്. എന്നാ ജന്തുക്കൾക്ക് എന്തുള്ളൂ? ഇവിടുത്തെ പിന്നെ പോത്ത് ഇതൊക്കെ ഷഹ്വത്ത് മാത്രം. മലക്കുകൾ പറഞ്ഞിട്ട് സൃഷ്ടിയുണ്ട്, അതിനെന്താ ഉള്ളത്? അഖ്ല് മാത്രം. അപ്പം മലക്കുകളെ അള്ളാഹു തആല അഖ്ല് മാത്രമേ ഏറ്റക്ക് കൊടുത്തിട്ടുള്ളൂ, ഷഹ്വത്തില്ല. ജന്തുജാലങ്ങൾക്ക് എന്തേ ഉള്ളൂ? ഇവിടുത്തെ പോത്ത്, മൂരി, ആട്, ഇങ്ങനെ ഒട്ടകമൊക്കെ അല്ലേ, അത്തരം ജീവികൾക്ക് എന്തേ ഉള്ളൂ? ഷഹ്വത്ത് മാത്രമേ അള്ളാഹു തആല കൂട്ടിഘടിപ്പിച്ചു. മനുഷ്യന് ഇത് രണ്ടും കൊടുത്തു, ബുദ്ധിയും കൊടുത്തു, ഷഹ്വത്തും കൊടുത്തു. എന്താ ഈ ഷഹ്വത്ത് അറിയണത്? ദേഹേച്ഛ, ഇച്ഛ. ആ ഷഹ്വത്ത് ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? എനിക്കിപ്പോൾ ഷഹ്വത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്? ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണത്. എനിക്ക് ഷഹ്വത്ത് ഉണ്ടായത് കൊണ്ടാണ്, ഭക്ഷണത്തിലേക്കുള്ള ഷഹ്വത്ത് ഉണ്ടായത് കൊണ്ടാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണത്. ഷഹ്വത്ത് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഇണയെ തേടുന്നത്. എന്നാൽ ജന്തുക്കള് അവർക്ക് ആ ഷഹ്വത്ത് മാത്രമേ ഉള്ളൂ. വിശക്കുമ്പം ഭക്ഷണം കഴിക്കണം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, പിന്നെ ഇണയെ തേടുമ്പോൾ ആ ഇണയെ അത്രയേ അതിനുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. ആ ഷഹ്വത്ത് ഓനുണ്ട്, ഓന് അഖ്ലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അഖ്ല് ഉപയോഗിച്ച എന്താവും? അഖ്ല് മാത്രമുള്ള മലക്കുകളുടെ പ്രത്യേകത എന്താ? അള്ളാഹുവിൻ്റെ സാമീപ്യസ്ഥരാണ് അവർ, ഏറ്റവും അടുത്ത ആളുകളാണ് അല്ലേ? ഓലത്തുനിന്ന് തെറ്റുണ്ടാവുമോ? തെറ്റുണ്ടാവില്ല. ഒരു തെറ്റുകുറ്റവും മലക്കുകളിൽ നിന്ന് സംഭവിക്കൂല. കാരണം എന്താ? ചെയ്യാൻ പറഞ്ഞതേ അവർ ചെയ്യൂ, അപ്പുറത്തേക്കും ചെയ്യില്ല, അപ്പുറത്തേക്കും അല്ലേ, കാട് കയറൂല്ല, പിന്നെ വേണ്ടാത്ത ചെയ്യൂല. കാരണം അവർക്ക് ഷഹ്വത്തില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞ മാത്രം കേൾക്കും. അപ്പൊ അള്ളാഹുവിന്റെ മുഖറബീങ്ങളാണ് ആര്? മലക്കുകൾ. എന്നാ മനുഷ്യനോ അഖ്ല് കൊടുത്തത് കൊണ്ട് ഈ മലക്കുകളെക്കാൾ ഉയരാനും ആർക്ക് സാധിക്കും? മനുഷ്യന് സാധിക്കും. ഷഹ്വത്ത് കൊടുത്തതുകൊണ്ട് ഈ ജന്തുക്കളെക്കാൾ അധപ്പതിക്കാനും ആർക്ക് സാധിക്കും? മനുഷ്യന് സാധിക്കും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ഉയർന്നു പോയാൽ അലാ ഇല്ലിയീൻ, ഏറ്റവും ഉന്നതന്മാരിൽ ഉന്നതനാവാനും അള്ളാഹുവിൻ്റെ മുഖറബായ ഔലിയാവാനും മനുഷ്യന് സാധിക്കും. ജന്തുക്കളെക്കാൾ തരം താഴ്ന്ന രൂപത്തിൽ പ്രവർത്തിക്കാനും അധമനാവാനും ആർക്ക് സാധിക്കും? മനുഷ്യന് സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു തആല വത്തീനി വസൈത്തൂൻ, നാറിയാൽ ഇത്ര ദുർഗന്ധമുള്ള വേറൊന്നില്ല, എന്നാലോ അത് പഴുത്ത് പാകമായാൽ അതിൻ്റെ മധുരം നമുക്ക് പിന്നെ തിന്ന് തീർക്കാം, പിന്നെ എന്താണ്, പൂതി കഴിയില്ല, അത്ര നല്ലതായിരിക്കും. ആ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? വത്തീനി വസൈത്തൂൻ എന്ന് പറയുമ്പോൾ അതിലുണ്ട് എന്നതാണ് ചില മുഫസ്സിറുകൾ വിവരിക്കുന്നത്. ഇനി ഒന്നുകൂടി റിവൈസ് എടുത്ത് വരാം. തീൻ എന്ന് പറഞ്ഞത് കൊണ്ട് മുഫസ്സിറുകൾ ധാരാളം അർത്ഥം പറയേണ്ട കാണാം. തീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡമസ്കസിലെ പള്ളിയാണ് എന്നും, ജെയ്ത്തൂൻ എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയാണ് എന്നും പറയുന്ന മുഫസ്സിറുകളുണ്ട്. ഇനി രണ്ടാമത്തൊരഭിപ്രായം, തീൻ എന്ന് പറഞ്ഞാൽ പിന്നെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മസ്ജിദ് നൂഹാണെന്ന് പറയുന്നവരും, ജെയ്ത്തൂൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയാണ് എന്ന് പറയുന്ന മുഫസ്സിറുകളുണ്ട്. മൂന്നാമത്തെ ഒരു അഭിപ്രായം, തീൻ എന്ന് പറയുന്നത് ഡമസ്കസിലെ പള്ളിയാണെന്നും, പിന്നെ ജെയ്ത്തൂൻ എന്ന് പറയുന്നത് ഷാമിലെ തന്നെ ഈലിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയാണെന്ന് പറയുന്നവരുണ്ട്. നാലാമത്തത്, തീൻ എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമാണെന്നും ജെയ്ത്തൂൻ എന്ന് പറഞ്ഞത് മസ്ജിദുൽ അക്സയാണെന്നും പറഞ്ഞവരുണ്ട്. മറ്റൊരു അഭിപ്രായം, തീൻ എന്ന് പറയുന്നത് അഹ്ലു കഹ്ഫുകാരുടെ പിന്നെ അവരുടെ പേരിലുള്ള ആ പള്ളി. ഇങ്ങനെയൊക്കെ മുഫസ്സിറുകൾ അതിന് അർത്ഥം കൊടുത്തത് കാണാൻ സാധിക്കും. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാനുള്ള കാരണം, ഇവിടെ ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷിക്കുന്ന ആ തീൻ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തീനും ജെയ്ത്തൂനും തന്നെയാണ് ആ തീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അധിക മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്നുകൂടി
തീൻ എന്ന് പറയുന്നത് ഫലസ്തീനാണ് എന്ന് പറഞ്ഞല്ലോ അല്ലേ? ആ ഫലസ്തീനിന്റെ പ്രത്യേകത എന്താ? അമ്പിയാക്കൾ, ധാരാളം അമ്പിയാക്കൾ വന്ന രാജ്യമാണ് ഇത് ഫലസ്തീൻ എന്ന് പറയുന്നത്. അവസാനത്തെ പിന്നെ ബനു ഇസ്രായേൽക്കാരുടെ പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാം വന്നത്, ബനു ഇസ്രായേൽക്കാരിൽ നിന്ന് വന്ന പ്രവാചകൻ പോലെ അവസാനത്തെ പ്രവാചകൻ ആരാ? ഈസാ നബി അലൈഹി സ്വലാം. അത് വന്നതും എവിടെ നിന്നാണ്? ഫലസ്തീനിലാണ്. പിന്നെ അള്ളാഹുത്താല തൂരിസീന എന്ന് പറയാൻ കാരണം അള്ളാഹുത്താല മൂസാ നബി അലൈഹി സ്വലാമിന് വഹി നൽകിയ സ്ഥലമാണ് ഇത് സീനാ പർവ്വതം എന്നതുകൊണ്ടാണ് അതിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. പിന്നെ അൽ ബലദുൽ അമീൻ, പിന്നെ നിർഭയത്വമുള്ള രാജ്യം എന്ന് പറയുന്നത് കൊണ്ട് മക്കയാണ്. ആ മക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞവരുണ്ട്. ഇനി മറ്റൊരു രൂപത്തിൽ അർത്ഥം പറയുന്നത് കാണാം. തീൻ എന്ന് പറയുമ്പോൾ അധിക പ്രവാചകന്മാരും വന്നിട്ടുള്ള ഫലസ്തീനാണ് അല്ലേ? സെയ്ത്തൂൻ എന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്ത ശരീഅത്താണ്. ആ സ്ഥലമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ശരീഅത്താണ്. അപ്പം ഈ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാം, പിന്നെ മുഹമ്മദ് നബി അലൈഹി സ്വലാം, ഇങ്ങനെയുള്ള 3 ശരീഅത്തുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വത്തീനി വസൈത്തൂൻ വതൂരി സീനിൻ വഹാദുൽ ബലദിൽ അമീൻ എന്ന് പറഞ്ഞത്. അതിൽ മൂസാ നബിയെ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ, ഈസാ നബിയെ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാം തൗറാത്തിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ്, അതിലുള്ള നിയമങ്ങൾ തന്നെയാണ് ഏതിലുള്ളത്? ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വേദഗ്രന്ഥത്തിൽ. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയാതെ പോയതാണ് എന്നതാണ് മറ്റൊരു അഭിപ്രായം. അപ്പം ഇങ്ങനെയൊക്കെ കാണാം. ഇനി ആരാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത്? മഹാനായ തെർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം. അത്തീനു ബി അന്നഹു മസ്ജിദ് നൂൻ അല്ലദീ ബുനിയ അലൽ ജൂദി ബഅദ തൂഫാൻ. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ തൂഫാൻ, ആ ജലപ്രളയം ഉണ്ടായല്ലോ, ആ ജലപ്രളയത്തിന് ശേഷം ജൂതി പർവ്വതത്തിന് മുകളിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ പണിത ആ പള്ളിയാണ് തീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ആ സ്ഥലത്തിനൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ അത്തിക്കായ ഉണ്ടാകുന്ന കൃഷി ചെയ്യുന്ന സ്ഥലവും കൂടിയാണ് ഇത് ആ സ്ഥലം. അതുകൊണ്ടാണ് ആ പേര്. നമ്മളിപ്പോൾ ചിലപ്പം ചില സ്ഥലത്തിന് പേരിടുമ്പം അവിടെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക കൃഷിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകത നോക്കിയിട്ട് ആ പേര് ആ സ്ഥലത്തിനോട് പറയും അല്ലേ? ഇപ്പോൾ കാവന്നൂർ എന്നെങ്ങനെ പേര് വരുന്നത്? എന്തായിരിക്കും? അവിടെ ഒരു കാവോ അല്ലെങ്കിൽ കുലാവിയോ ഒക്കെ അധികം ഉണ്ടാവും. അപ്പം ആ പേര് അങ്ങോട്ട് പറഞ്ഞതാവും അല്ലേ? ഇങ്ങനെ പിന്നെ എന്താ അങ്ങനെ കാവ് പറഞ്ഞിട്ടൊരു സ്ഥലമില്ലേ എവിടെയാണ്? കാവന്നൂരല്ലാതെ വേറെ സ്ഥലമുണ്ട്, അങ്ങനെ ഒരു കാവ് തന്നെ ഉണ്ട്. അപ്പം ഒരു ഞാവൽപ്പടി എന്നൊക്കെ പറയുമ്പോൾ ആ ഞാവൽ എന്നതിലേക്ക് ചേർത്തിക്കൊണ്ട് അങ്ങനെ ചിലപ്പോൾ സ്ഥലം പറയും. ഇതേപോലെ തീൻ എന്ന് പറയുന്ന അത്തിക്കായ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ കാലഘട്ടത്തെ സ്ഥലമാണ് ഇത് ജൂതി പർവ്വതം. മലകൾക്ക് മുകളിലാണല്ലോ ഇത് ഉണ്ടാവുക. കാരണം ശക്തമായ ചൂടുമാണതിന് അല്ലേ? ഒന്നിന് ശക്തമായ ചൂടും വേണം, ഒന്നിന് ശക്തമായ തണുപ്പും വേണം. രണ്ടും വ്യത്യസ്തമാണ്. ആ ചൂടിലേ ഒന്നുണ്ടാവുള്ളൂ. പിന്നെ ഈന്തപ്പന എങ്ങനെ ഉണ്ടാണ്, ആ കായ് എങ്ങനെ ഉണ്ടാണ്, കാരക്ക എങ്ങനെ ഉണ്ട്, ശക്തമായ ചൂടുമാണ് അതിന് അല്ലേ? എന്നാലേ അത് പഴുത്ത് പാകാവുള്ളൂ. അതേപോലെ എന്തിനു വേണം? അത്തിക്കായ്ക്കും അത് വേണം. എന്നാൽ ജെയ്ത്തൂൻ അങ്ങനെയല്ല, അതിനെന്താ വേണ്ടത്? അതിന് തണുപ്പാണ് വേണ്ടത്. അപ്പം ആ ഒരു പിന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലം എന്ന നിലക്കാണ് എന്ത് പറയുന്നത്? തീൻ. അവിടെയാണ് എന്തുള്ളത്? മസ്ജിദ് നൂഹുള്ളത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാം, ഈ പേര് വെക്കാനുള്ള കാരണം പിന്നെ ലികസ്റത്തിഹി ഫീ, ആ സ്ഥലത്ത് ഈ തീൻ എന്ന പഴം കൂടുതലുള്ളത് കൊണ്ടാണ്. ജെയ്ത്തൂൻ എന്ന് പറയുന്നത് പിന്നെ മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെട്ട ആ സ്ഥലമാണ്, ആ പർവ്വതത്തിന് പറയുന്ന പേരാണ്. അവിടെയാണ് എന്ത് ജെയ്ത്തൂൻകായ ഏറ്റവും കൂടുതൽ ഉള്ളത്. തണുപ്പ് പ്രദേശം കൂടി ആണ് എന്നുള്ളതാണ്. അപ്പം
പിന്നെ തൂർ എന്ന് പറയുന്നതും മറ്റൊരു പർവ്വതമാണ്. ആ തൂർ എന്ന പർവ്വതം പറയാൻ കൻആനികൾ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ ആ കാലഘട്ടത്തെ ആളുകളില്ലേ, അവരുടെ ഭാഷയിൽ നബ്ത്ത് ഭാഷ എന്നാണ് ഇങ്ങനെ പറയാം. ആ ഭാഷയിൽ തൂർ എന്ന് പറഞ്ഞാലും പർവ്വതമാണ് അർത്ഥം എന്നുള്ളതാണ്. അങ്ങനെയാണ് തൂർ സീനീൻ. സീനീൻ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ മരുഭൂമിക്കാണ് സീനീൻ എന്ന് പറയാന്ന സീനീൻ എന്ന് പറയുന്നത്. പിന്നെ ഫലസ്തീൻ നാടിൻ്റെയും ഈജിപ്തിൻ്റെയും ഇടയിലുള്ള ഒരു മരുഭൂമി പ്രദേശമാണിത് സീനീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. പിന്നെ അബിസീനിയൻ ഭാഷയിൽ സീനീൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് എന്ന അർത്ഥത്തിനും ഉപയോഗിക്കേണ്ടതെന്ന. അപ്പോൾ പിന്നെ വഹാദൽ ബലദിൽ അമീൻ എന്ന് പറയല്ലോ, നിർഭയത്വമുള്ള ഈ രാജ്യം എന്ന് പറഞ്ഞത് ഈ എന്ന പിന്നെ സൂചന കൊടുത്തതായിരിക്കാണ് മക്കയെ സംബന്ധിച്ചാണ്. അതിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഹാദ എന്നുള്ള പദപ്രയോഗം കൊണ്ടുവന്നിട്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്. തീൻ എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത ആ റിസാലത്ത്, ആ ദൗത്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. സൈത്തൂൻ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു താല കൊടുത്തുള്ള ശരീഅത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. തൂരി സീനീൻ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത തൗറാത്ത്, ആ ശരീഅത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി പ്രത്യേകം സൂചിപ്പിച്ചിട്ടില്ല. കാരണം അത് തൗറാത്തിനോട് അനുബന്ധപ്പെട്ടത് കൊണ്ടാണ്. ഇതിനവർ തെളിവായിട്ട് പറയണ എന്താ? ശറ അലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ഇബ്രാഹീമ വമൂസ വഈസ എന്ന് പറയുന്നുണ്ട് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല മതത്തിൽ നിന്ന് നിങ്ങൾക്ക് നിയമമാക്കി തന്നു. നൂഹ് നബി അലൈഹി സ്വലാമിന് എന്താണോ അള്ളാഹു തആല നിയമമാക്കിയത് അതും, അതേപോലെ നിനക്ക് നാം വഹിയായി നൽകിയതും, വമാ വസ്സൈന ഇബ്രാഹീമ വമൂസ വഈസ, ഈസാ നബി അലൈഹി സ്വലാമിനോടും മൂസാ നബി അലൈഹി സ്വലാമിനോടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും നാം എന്താണോ കൽപ്പിച്ചിട്ടും അത് നിയമമാക്കി തന്നു എന്ന് അള്ളാഹു തആല ഒരു ആയത്തിൽ പറയുന്നുണ്ട്. സൂറത്ത് ശൂറയിലെ 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഉദ്ദേശിക്കുന്നതാണ് ഇത് വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഒരു വിഭാഗം പിന്നെ മുഫസ്സിറുകളുടെ അഭിപ്രായം. ഇനി നിങ്ങൾ ഒന്നുകൂടി റിവൈസ് എടുത്ത് വരാം. വത്തീൻ, അത്തിക്കായ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത്തിക്കായ ഓരോ വിത്തിനും എന്തുണ്ടാവും? എന്താ ഉണ്ടാവുക? റുഷയും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെ അത് മുളക്കണ സന്ദർഭത്തിൽ അതിൻ്റെ മുള പൊട്ടണുണ്ടില്ല നിങ്ങൾ അല്ലേ? അതിനാണ് റുഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വിത്തിലും അങ്ങനെയുള്ള ഒരു മുള അതിനുണ്ടാവും. പിന്നെ അതേപോലെ ആ വിത്തിൽ നിന്ന് ആ വിത്ത് എങ്ങനെയാവണം അല്ലേ? അതിൻ്റെ തണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയല്, ഈ സാക്കില്ലേ, എന്താ നിങ്ങളതിന് പറയല്, തടി, ഈ കാലില്ലേ, അതിൻ്റെ കാല് എത്ര ഉയരമുള്ളതാവണം, അതിൻ്റെ കഴുത്ത് എങ്ങനെയാവണം, അതിൻ്റെ ഇലയുടെ നിറം എങ്ങനെയാവണം, അതിൻ്റെ രൂപം എങ്ങനെയാവണം, അത് പിന്നെ അതിൻ്റെ കായ്ക്കനികൾ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ ഈ അത്തിക്കായയുടെ വിത്തിനകത്തുള്ള ആ ചെറിയ ചെറിയ കുരുവില്ലേ, ആ കുരുവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രലോകം പറയുന്നു. ആലോചിച്ചു നിങ്ങൾ അല്ലേ? ഏത് വിത്തും, തീനെന്ന് മാത്രമല്ല ഏത് വിത്തും അതിൻ്റെ തണ്ട് എങ്ങനെയാവണം, അതിൻ്റെ മറ്റ് അവയവങ്ങൾ, അതിൻ്റെ ചില്ലകളും അതിൻ്റെ ഇലകളും അതിൻ്റെ മറ്റു ഭാഗങ്ങളും നിങ്ങൾ നോക്കി. ഈ തീൻകായ, ഈ തീൻ എന്ന് പറയുന്ന പഴം, അതിന് ഇതിനോട് ബന്ധിപ്പിക്കണ ഒരു ഇതുണ്ടല്ലോ, കഴുത്ത് പോലെ സാധനല്ലേ, എന്താ നിങ്ങൾ അതിന് പറയല്? ഞെട്ടി. ആ ഞെട്ടി കുറേ നീളമുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിൻ്റെ ഞെട്ടി വളരെ നീളം കുറവായിരിക്കും. നീളം ഉണ്ടെങ്കിൽ എന്താവും? മറിഞ്ഞെട്ടിയാട് പോകുക അല്ലേ? അപ്പം മരവുമായി അതിൻ്റെ തണ്ടുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം നീളെ പടച്ചവൻ എന്ത് കൊടുത്തിട്ടുള്ളൂ? അതിനത് കൊടുത്തിട്ടുള്ളൂ അല്ലേ? ബത്തക്ക പോലുള്ളതോ ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് അത്ര വലിയ പിന്നെ ഫ്രൂട്ട്സ് വലിയൊരു വള്ളിമലാണ്ടാവണം അല്ലേ? ഞാനും ആ വള്ളിയിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി നിന്നാൽ എന്താവും? കുറയുമ്പോൾ മറിഞ്ഞെട്ടി പോകും അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം അള്ളാഹു തആല എന്ത് ചെയ്ത് അതിന് നിലത്തിലൂടെ പിന്നെ പോവാനുള്ള ഇതാണ് കൊടുത്തത്. ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞത്? ഇന്നന്ന ഫ്രൂട്ട്സുകൾ ഇന്നന്ന രൂപത്തിൽ വളരണം,
അതിൻ്റെ തടി ഇത്ര ഉണ്ടാവണം, അതിൻ്റെ തണ്ട് ഇത്ര ഉണ്ടാവണം, അതിൻ്റെ ഇല ഇന്ന രൂപത്തിലാവണം, അത് ഇന്ന സമയത്താണ് കായ്ക്കനികൾ അതിനുണ്ടാവേണ്ടത് എന്നൊക്കെ ഓരോ വിത്തിൻ്റെയും അകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അത്തിക്കായ പച്ചയാവുമ്പോൾ തിന്നാൽ എന്താ ഉണ്ടാവുക? പച്ച അത്തിക്കായ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിന്നണോ? എന്നാ ഒന്ന് തിന്നു നോക്കേണ്ടി. ചാമ്പർപ്പും ഉണ്ടാവും, കയ്പും ഉണ്ടാവും. സാധാരണ കയ്പല്ല, വേറെ ഒരു അറപ്പുള്ള കയ്പ്. നമ്മളവിടെ തുപ്പി പോവും അല്ലേ? എന്നാ അതേ സാധനം പാകായാലോ? പാകായാലോ എന്താ ഉണ്ടാവുക? നല്ല തേൻ മധുരം ഉണ്ടാവുന്ന ആ അത്തിക്കായ പിന്നെ പഴുത്ത് പാകായിനോന്ന് എങ്ങനെ മനസ്സിലാവുക? ഒരു അത്തിക്കായ കൊണ്ടുവരേനി എങ്ങനെ മനസ്സിലാവുക? എങ്ങനെ മനസ്സിലാവുക? നെങ്ങലൊന്നുമല്ല, കളർ വ്യത്യാസമുണ്ട്. വേറൊരു കാര്യമുണ്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേനിങ്ങനെ ഒലിച്ചു വരുന്ന ഒരു പ്രായം ഉണ്ടാവും. അപ്പോഴാണ് അത് പഴുത്ത് പാകാവണം. ഓക്കെ, നമ്മളെ നാട്ടിലെ എന്താണ് പറയുക, ബത്തക്കല്ലേ, അത് പാകായിന്ന്. അത് പഴുത്താലും ഇല്ലെങ്കിലൊക്കെ പച്ച, അതിൻ്റെ ഉള്ളിലെ ചോപ്പ് ആണല്ലോ പഴുക്കാന്ന് അറിയണത്, ആ പാകാവണാണല്ലോ പഴുപ്പ് എന്ന് അറിയണേ. അപ്പോൾ ആ ബത്തക്ക പിന്നെ മൂപ്പായിനോ അല്ലേ എന്ന് കൃഷിക്കാരൻ എങ്ങനെ മനസ്സിലാക്കണത്? ചിലവിൽ ഇങ്ങനെ കൊട്ടി വെക്കും. പിന്നെ അതല്ലാ തന്നെ വള്ളിമെന്ന് വെട്ടണോ വെട്ടണ്ടേ എന്നെങ്ങനെ കൃഷിക്കാരൻ മനസ്സിലാക്കണത്? എന്താ ഐഡിയ? അതിന്റെ തൊട്ടടുത്ത ഇലകള് മഞ്ഞ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഇത് പൂത്ത് പാകായിനെന്ന് കൃഷിക്കാരൻ മനസ്സിലായി. അതില്ലാത്ത പിന്നെ കൃഷിക്കാരൻ എടുക്കൂല, കാരണം അത് മൂത്തിട്ടില്ല, അത് ഇനിയും മൂക്കാൻ സമയമുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്തിനാ അപ്പം ഞാനിത് പറഞ്ഞത്? ഇന്ന സമയത്ത് അതിന് മൂത്ത് പാകമായി മനുഷ്യർക്ക് ഭക്ഷിക്കാനത് പാകമാവും. അതിനുള്ള ഒരുപാട് ലക്ഷണങ്ങൾ, അലാമാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിത്തിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ആ ടൈം ആവുമ്പോൾ എന്ത് ചെയ്യും? അതങ്ങനെ വാടും, അതിൻ്റെ ഇല തണ്ടൊക്കെ വാടും. അപ്പോഴാ മനുഷ്യൻ അതെന്ത് ചെയ്യണത്? ഒരു ബത്തക്ക മാത്രമല്ല, മറ്റ് ചെടികളൊക്കെ ഫ്രൂട്ട്സൊക്കെ ആലോചിക്കാൻ ഓരോന്നിനും ഓരോ അടയാളം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ചിലതിന് എന്തുണ്ടാവും? കളറ് മാറും. അപ്പം ഈ കളറ് മാറാനും അതിൻ്റെ ഇല വാടാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പിന്നെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? പിന്നെ എവിടെയാണ് ഈ നിർദ്ദേശം? ഈ വിത്തിൻ്റെ അകത്ത് ഒരുപാട് ക്രോമസോമുകളുണ്ട്. ആ ക്രോമസോമുകളിൽ മഹ്ഫള, എല്ലാം സൂക്ഷിക്കണ ഒരു രംഗമുണ്ട്. ഓക്കെ, മനുഷ്യക്കുഞ്ഞ് നമ്മൾ ശ്രവിക്കണ ഇന്ദ്രിയല്ലേ, ആ ഇന്ദ്രിയത്തിൻ്റെ അത് ഈ തവളമുട്ടൽ പോലെ ഒരു വാൽമാക്രിയാണല്ലോ. അതിൻ്റെ രൂപം എങ്ങനെ? നിങ്ങൾ ആരെങ്കിലും ഭൂതകണ്ണാടി കൊണ്ട് കണ്ടിണോ? അത് ഇല്ല, ഒന്ന് നോക്കേണ്ടി. തവളമുട്ടൽ പോലെ തന്നെ അല്ലേ? തലയുടെ ഭാഗത്ത് എന്തുണ്ടാവും? തലയുടെ ഭാഗത്ത് ഒരല്പം കട്ടി ഉണ്ടാവും, ബാക്കിയൊക്കെ കട്ടിയില്ലാതെ അല്ലേ? ആ തലയുടെ ഭാഗത്ത് ഈ മനുഷ്യൻ്റെ മുഖം എങ്ങനെയായിരിക്കണം? ഓൻ്റെ കയ്യിന് എത്ര നീളണ്ടാവണം? ഓനങ്ങനെ കുള്ളനാവണോ? അതല്ല, അത്ര നീളത്തിലേ ഓൻ പോവാവൂ അല്ലേ? അവൻ്റെ ഷെക്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഇത്ര കാലമാണ് അവൻ ജീവിക്കുക എന്നൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചോക്ക്. ഇന്നിപ്പോൾ തെളിയിച്ച കാര്യങ്ങളാണ് അതൊക്കെ. ആലോചിച്ചോക്കി നിങ്ങൾ. അപ്പം ഈ വിത്തിൻ്റെ അകത്തും മനുഷ്യൻ്റെ ആ പിന്നെ ബീജത്തിൻ്റെ അകത്തുമൊക്കെ നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് അതിലൊക്കെ തെളിവുകളുണ്ട്. ഒക്കെ പ്രോഗ്രാമാണ് എന്ന് ചെയ്തു വെച്ചതാണ്. അപ്പം ഇതൊക്കെ നമ്മെ പഠിപ്പിക്കണം എന്താ? അള്ള വെറുതെ നമ്മളാട് തിന്നണ ആ ഒരു കുരു ആസ്വദിക്കാൻ വേണ്ടി വെച്ചതല്ല, മറിച്ച് നാം ഒരു പഴം ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ വരുന്ന ഏതൊരു ഭക്ഷണം നാം കഴിക്കുമ്പോൾ നാക്കാലികളെ പോലെ വിശന്നോടാട് കഴിച്ച് ദാഴ്ചപ്പാട് കുടിച്ച് ബാക്കിയോട് എടുത്തെറിയുക, അതല്ല. മറിച്ച് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങനെയാണ് പഠിച്ച തമ്പുരാൻ അതെന്നെ ഭക്ഷിപ്പിക്കണത് എന്നീ കാര്യങ്ങളൊക്കെ, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പറ്റി എങ്ങനെ പടച്ചോൻ ഇതിനെ സംവിധാനിച്ചു. ഈ കൊട്ടൻ ആ പാറയിൽ, ആ കുന്നത്ത്, ചൂട് സഹിക്കാൻ വയ്യാത്ത ആ കുന്നിൻ പുറത്ത് എങ്ങനെയാണ് ഈ അത്തിക്കായി അള്ളാഹു തആല ഉണ്ടാക്കി വെച്ചത്? ഇത്ര ടേസ്റ്റിൽ എങ്ങനെയാണത് സംവിധാനിച്ചു വെച്ചത് അല്ലേ? മനുഷ്യൻ ഉരുകിപ്പോകുന്ന ചൂടിൽ എങ്ങനെയാണ് ഈ കാരക്ക അള്ളാഹു തആല സംവിധാനിച്ചു വെച്ചത്? ആലോചിച്ചു. അതിനൊക്കെ പറ്റി ചിന്തിക്കണ മനുഷ്യന് റബ്ബിൻ്റെ
ആ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ കുദറത്തും അള്ളാഹുവിൻ്റെ ഇൽമും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള അതാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ചോക്ക്. ഇപ്പം നമുക്കിവിടെ എല്ലാം ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരു എഞ്ചിനീയർ ബിൽഡിംഗ് ഉണ്ടാക്കാന്ന് സപ്പോസ്. ബിൽഡിംഗ് ഉണ്ടാക്കാൻ എഞ്ചിനീയർക്ക് എന്തുണ്ട്? കല്ല് ഇവിടെ ഇറക്കിയേക്കണ്, സിമൻറ്റ് ഇവിടെ ഇറക്കിയേക്കണ്, അതിൻ്റെ ഉള്ള ചേരുവകൾ ഇറക്കിയാണ്, വെള്ളം അങ്ങേപ്പുറത്തുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ള പൈൻറ്റും സാമഗ്രികളും അതിന് പിന്നെ അത് ചേർക്കാനുള്ള എല്ലാ ഉപകരണം എത്തി. ബിൽഡിംഗ് ആവുമോ? ഒക്കെ ഇങ്ങനെ പ്ലാൻ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന രൂപത്തിലാവണം, ഇന്ന രൂപത്തിലാവണം, ഒക്കെ പ്ലാനിങ് ഉണ്ട്. അത് ബിൽഡിംഗ് ആവുമോ? ഇല്ല. എന്തു വേണം? ബിൽഡിംഗ് ആവണമെങ്കിൽ എന്ത് വേണം? അത് ഉണ്ടാക്കണ ഒരു നിർമ്മാതാവ് വേണ്ടേ? ആ പണിയെടുക്കുന്ന ആൾ വേണം. കല്ല് പഠിക്കാൻ ആ കല്ല് പിന്നെ പഠിക്കുന്ന ആൾ വേണം അല്ലേ? വാർപ്പിടുന്ന ബന്നാവ് വേണം, നിർമ്മാതാവ് വേണം അല്ലേ? ഞാനൊക്കെ ഒരുക്കി എടുത്തുകൊണ്ട് അതാവോ? എന്നാ ഇതൊക്കെ ഇവിടെ ഒരു ഒരുമിച്ച് കൂട്ടി ഇതൊരു ബിൽഡിംഗ് ആകാരണം ആവോ? ഇല്ല. മറിച്ച് എന്ത് വേണം? അതിനൊരു നിർമ്മാതാവ് വേണം. ഇതേപോലെ ആലോചിച്ച് നോക്കുങ്ങൾ, എങ്ങനെയാണ് ഒരു അത്തിക്കായായി മാറുന്നത്? നിങ്ങൾ വിത്തിറക്കിയത് കൊണ്ടുണ്ടാവില്ല, നിങ്ങൾ കൃഷി ചെയ്ത് ഭൂമിയിൽ അത് ഇറക്കിയത് അത് ഉണ്ടാവില്ല. എന്തു വേണം? ആ വിത്തിൻ്റെ അകത്ത് നിന്ന് ഒരു വലിയ ഒരു മുള പോയി അത് ഭൂമിയിൽ ഒട്ടിപ്പിടിച്ച് അവിടുന്ന് അതിന് വേണ്ട ഭക്ഷണം ശേഖരിച്ച് അതിന് തണ്ടുകളായി, പിന്നെ വേരുകളുണ്ടായി, ഇങ്ങനെ അതിന് ഇലകളുണ്ടായി, അതിൽ നിന്ന് കായ്ക്കനികളുണ്ടായി, എത്രയോ മർഹലകൾ അതിങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ പിന്നിൽ ഒരു നിർമ്മാതാവില്ലേ എന്ന് ചിന്തിക്കാനാണ് എന്ത് പറയണത്? വത്തീനി വസ്സൈത്തൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ ഏതൊരു സൃഷ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ അങ്ങ് സൃഷ്ടിച്ചു വെച്ചതല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തുണ്ട്? ആ സൃഷ്ടിയിലൂടെ ചെന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്താനാണ് ആ സൃഷ്ടി. ഏത് ജൈത്തൂനാവട്ടെ ബത്തിക്കായാവട്ടെ, പിന്നെ ആ അള്ളാഹു താല സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് റബ്ബിനെ കണ്ടെത്താനാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കണം. ഇനി മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ വൈഭവം അതിലൂടെ അള്ളാഹിനെ കണ്ടെത്താനാണെന്ന് പറഞ്ഞല്ലോ. ഇതാർക്കേ കണ്ടെത്താൻ പറ്റുള്ളൂ? ആർക്കേ കണ്ടെത്താൻ പറ്റുള്ളൂ? ചിന്തിക്കുന്ന മനുഷ്യനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനാണ് ആര്? ആലിം എന്ന് പറയുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉന. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെടുന്നത് ആരാ? പഠിച്ചവരാണ്, ചിന്തിക്കുന്നവരാണ് എന്ന് അല്ലാഹു തആല പറയുന്നത് കാണാം. പിന്നെ മറ്റൊരു ഹിക്മത്ത് അള്ളാഹുവിൻ്റെ കുദറത്ത് വിളിച്ചോതാനാണ്. അള്ളാഹുവിൻ്റെ കുദറത്ത് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിസാരം എന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വ മിനൽ അർളി മിസ്ലഹുന്ന. 7 ആകാശങ്ങളെയും അതുപോലുള്ള ആ ഭൂമിയെയും സൃഷ്ടിച്ചത് അവനത്രേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട് ലിതഅലമു. അതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു പിന്നെ വിവരിച്ചു തരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് വന്ന് നോക്കി. നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കണ്, നമ്മളിങ്ങനെ പോവണ്. എങ്ങനെയപ്പം നമ്മളിങ്ങനെ 2 കാലിൽ നടക്കണത്? എങ്ങനെയപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കണ്? എങ്ങനെയപ്പം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ മുകളോട്ട് ഉയർത്തുന്നത് അല്ലേ? എങ്ങനെയപ്പം ഞാൻ നിങ്ങളോട് ചിരിക്കണത്? എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്? ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം. അത് എൻ്റെ കഴിവുകൊണ്ട് അപ്പം എൻ്റെ കണ്ണ് പ്രവർത്തിക്കുന്നത് ഇല്ല. ഇന്നലെ വരെ, ഈ നിമിഷം വരെ ഞാൻ പിന്നെ കക്കൂസ് പോയിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോന്നു. ഈ നിമിഷം വരെ പള്ളിയിൽ പോയി ഞാൻ നമസ്കരിച്ചു. ഈ നിമിഷം വരെ ഞാൻ സുഭിക്ഷമായി ഭക്ഷിച്ചു. ഈ നിമിഷം വരെ നിങ്ങളെ കണ്ടു. പെട്ടെന്നൊരു നിമിഷത്തിലായിരിക്കും ഈ അവയവങ്ങളൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? പ്രവർത്തനരഹിതമാവണം. പ്രവർത്തനരഹിതമായാൽ പിന്നെ ആ മനുഷ്യൻ്റെ പേരെന്താവും?
മയ്യത്ത് എന്നാവും. അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാം നമ്മുടെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിൻ്റെ സഹായം, തൗഫീക്ക് വേണം. അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ, തൗഫീക്കില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര കോടികളുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ എൻ്റെ തല പ്രവർത്തിക്കാനും, എൻ്റെ കൈ പ്രവർത്തിക്കാനും, കണ്ണ് പ്രവർത്തിക്കാനും, എൻ്റെ എല്ലാ അവയവങ്ങളും എ മുതൽ Z വരെ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ റബ്ബിൻ്റെ തൗഫീക്ക് വേണം. ആ തൗഫീക്കായിട്ട് നിലച്ചാൽ എന്തുണ്ടാവും? അത് മയ്യത്താകും. അല്ലേ? മൃതശരീരമാകും. ആലോചിക്കൂ, ഈ വിളക്ക് കത്തണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണം. അല്ലേ? ആ കറണ്ടിന്റെ പ്രവാഹം നിലച്ചാൽ വിളക്കടുക്കടും. അല്ലേ? ഈ സ്വിച്ച് ലൈറ്റ് ഉണ്ടാവില്ല. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ, ഈ ബുദ്ധിജീവി എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ്റെ ചിന്ത പ്രവർത്തിക്കണമെങ്കിലും അവൻ്റെ മറ്റവയവങ്ങൾ പ്രവർത്തിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീക്കാവുന്ന ആ പ്രവാഹം, ഈ കറണ്ടിൻ്റെ പ്രവാഹം പോലെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു നിമിഷം അത് കിട്ടാതിരുന്നാലോ? ആലോചിച്ചു. അതിനുള്ള ഏറ്റവും ആലോചിച്ചു, നമുക്ക് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെല്ലാം സംവിധാനിച്ചു തന്നിട്ടുണ്ട്. എല്ലാം സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഭൂമിയിൽ കണ്ട് സൃഷ്ടിച്ചു വിടുകയാണോ? അല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? വായു. അല്ലേ? ഒരു നിമിഷം അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകൾ വായു അള്ളാഹുവായിട്ട് തടഞ്ഞു വെച്ചാൽ എന്താവും? ജീവിതം എന്താവും? അസഹ്യമാവും. പിന്നെ ജീവിക്കാൻ കഴിയില്ല. അല്ലേ? ഇതേപോലെ വെള്ളം, ആ വെള്ളം അള്ളാഹു തആല അങ്ങോട്ട് തടഞ്ഞു വെച്ചാൽ എന്താവും? അപ്പോഴും നമുക്ക് 1-2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ജീവിക്കാൻ കഴിയില്ല. ഭക്ഷണവും ഇതേപോലെ തന്നെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് സൃഷ്ടിച്ച് വിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഇവിടെ അള്ളാഹു തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. വഹാദൽ ബലദിൽ അമീൻ എന്ന് പറഞ്ഞത് ഈ ആശയമാണ്. നിർഭയത്വമുള്ള നാട് മക്കയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതിന് മറ്റൊരർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞത് ഈ ഭൂമിയാണ്. മക്ക ഉദ്ദേശിച്ചിട്ട് ഭൂമിയുടെ പ്രധാന ഭാഗമാണ് ഇത് മക്ക എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്ററാണ് ഇത് മക്ക എന്ന് പറയുന്നത്. അപ്പം ആ സെൻറ്റർ പറഞ്ഞുകൊണ്ട് ഈ ഭൂമുഖമാണ്, ഈ ഭൂമിഗോളമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയണ മുഫസ്സിറുകളുടെ അർത്ഥമനുസരിച്ച് ഈ ഭൂമി നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ഘടകങ്ങളും, നമ്മുടെ ജീവിതം നിലനിർത്താനുള്ള എല്ലാ ഘടകങ്ങളും ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഈ വായെങ്ങാനും പിന്നെ മറ്റൊരാൾക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കുമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഞാനിപ്പം പിന്നെ സൗദിയൊക്കെ പോകുമ്പോൾ ഇനി പിന്നെ നമ്മളെ വായു എടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ചു വരാൻ കഴിയോ? ഇല്ല. അല്ലേ? അപ്പൊ വായു എല്ലായിടത്തും അല്ലാഹു തആല നമുക്ക് ജീവിക്കാനുള്ള ആ മേഖലയിലൊക്കെ അല്ലാഹു തആല വായു യഥേഷ്ടം അല്ലാഹു സംവിധാനിച്ചു. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അല്ലേ? വെള്ളവും അതുപോലെ തന്നെ, ഭക്ഷണവും അതുപോലെ തന്നെ. ഇതെങ്ങാനും തടയപ്പെട്ടാൽ നമുക്ക് സാധ്യമല്ല. ഇനി അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾ നോക്കും, ഹൃദയമിടിപ്പ്. ഞാനാ അപ്പം ഇങ്ങനെ പിന്നെ മിടിക്കുന്നത് ആണോ? അല്ല. ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഉദ്ദേശപ്രകാരമാണോ അത് മിടിക്കണത്? അല്ല. അള്ളാഹു സംവിധാനിച്ചു വെച്ചാൽ എൻ്റെ ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും ഞാൻ അശ്രദ്ധവാനായി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എൻ്റെ ഹൃദയം ഇങ്ങനെ മിടിക്കണം. ആ ഹൃദയമിടിപ്പെങ്ങാനും നിലച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വഹാദൽ ബലദിൽ അമീൻ. നിർഭയത്വം. എന്നപ്പം എൻ്റെ ഹൃദയം മിടിക്കണില്ല എന്നുള്ള പേടിച്ചിട്ട് അപ്പം നമ്മൾ ഉറങ്ങണത് നമുക്കൊരു പേടിയുണ്ടോ? അമ്നില്ല, നമുക്ക് നിർഭയത്തുണ്ട്. ഒന്നും വേണ്ട. ഒരു വിമാനത്തിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് മുകളിലോട്ട് എത്തിയാൽ ഏതൊരു മനുഷ്യനും ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും. എന്താ അസ്വസ്ഥത ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? ഇതങ്ങോട്ട് പൊങ്ങിപ്പോയാൽ അതിൻ്റെ പൈലറ്റ് ഉറങ്ങിപ്പോകുമോ? അല്ലെങ്കിൽ അതിൻ്റെ എണ്ണ ചോർന്നു പോകുമോ? അല്ലെങ്കിൽ അത് ലക്ഷ്യം മാറി മറ്റിടത്തെങ്കിലും പിന്നെ കാലാവസ്ഥയുടെ കാരണമായി എവിടെങ്കിലും കൂട്ടിമുട്ടുമോ? എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അസ്വസ്ഥത. ഞാൻ കയറി വിമാനം നാട്ടിലെത്തുമോ എന്ന് നമുക്ക് വിമാനമായിട്ട് കയറിയ 1% ഒരു അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ടാവില്ലേ? വ്യത്യാസം ഉണ്ടാവും. അല്ലേ? ചിലർക്ക് കൂടുതൽ പേടിയുണ്ടാവും. എന്നാൽ എല്ലാവർക്കും ആ ഒരു അസ്വസ്ഥത ഈ ഭൂമിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കാലിക്കറ്റ് പിന്നെ കരിപ്പൂരിലങ്ങോട്ട് ഇറങ്ങിയ ആ അസ്വസ്ഥത ഉണ്ടാവുണ്ടോ? ഉണ്ടോ? എന്നാ ഈ ഭൂമി കറങ്ങണില്ലേ? അല്ലേ?
ഈ ഭൂമി വിമാനത്തെക്കാൾ സ്പീഡ് കറങ്ങുന്നുണ്ട്, ഓടുന്നുണ്ട് അല്ലേ? അതതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അത് കൂട്ടിമുട്ടുന്നില്ല. ആലോചിച്ചു നിങ്ങൾ. എന്നിട്ട് നമുക്ക് നിർഭയത്ത വഹാദൽ ബലദിൽ അമീൻ. ആരാ ഈ നിർഭയത്വം ഇവിടെ ഉണ്ടാക്കി വെച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ഭൂമി കറങ്ങണ ഭൂമിയാണ്, കൂട്ടിയിടിക്കുന്നുണ്ട്. അതിശക്തമായ പിന്നെ സിൽസാലിന്റെ ശബ്ദം, ആ ഭീകരമായ ശബ്ദം ഈ ഭൂമിക്കകത്തുണ്ട്, നമ്മൾ കേൾക്കില്ല. പക്ഷേ എന്നാലും നമ്മൾ ഈ ഭൂമിയിൽ എന്താണ്? നിർഭയത്വമാണ്. ഇതാരാ ചെയ്തു തന്നത് മനുഷ്യരെ എന്നാണ് അള്ളാഹു അതിലൂടെ ചോദിക്കുന്നത്. അപ്പം എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 4 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലൂടെ പോയി അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആകാശം, ഭൂമി, മനുഷ്യൻ, കൃഷികൾ, പിന്നെ പഴവർഗ്ഗങ്ങൾ, ഇനപ്പൊക്കെ പറ്റി ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിനെ കണ്ടെത്തി മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിന് കൊടുക്കേണ്ട അവകാശമാകുന്ന ഇബാദത്ത് അത് ചെയ്യാനും അള്ളാഹുവിൻ്റെ ശുക്ർ ചെയ്യാനുമാണ് അള്ളാഹു തആല ഈ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ അല്ലേ? അപ്പം അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ചിന്തിക്കാനാണ്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടെത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ആയത്തിലൂടെയൊക്കെ പഠിപ്പിക്കണം. അത് മതി അല്ലേ? സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.